കരുനാഗപ്പള്ളി മുനമ്പത്ത് കുടുംബയോഗ വാർഷികത്തോടനുബന്ധിച്ച് മുനമ്പത്ത് വഹാബ് അനുസ്മരണം സംഘടിപ്പിച്ചു. ഇഫ്താർ സംഗമവും ഒരുക്കിയിരുന്നു. മുനമ്പത്ത് കുടുംബയോഗ വാർഷികത്തോടനുബന്ധിച്ച് പ്രഥമ പ്രസിഡന്റായിരുന്ന മുനമ്പത്ത് വഹാബ് അനുസ്മരണം നടത്തി. CR മഹേഷ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. മുനമ്പത്ത് വഹാബ് നിസ്വാർത്ഥനായ പൊതുപ്രവർത്തകനായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളോടൊപ്പം നടന്നു നീങ്ങിയ പാരമ്പര്യമുള്ള ഒരു കുടുംബമാണ് മുനമ്പത്ത് കുടുംബം. ഈ കുടുംബത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ജീവിക്കുവാൻ വേണ്ടി വ്യവസായം ചെയ്യുകയും ബിസിനസ് ചെയ്യുകയും തൊഴിൽ ചെയ്യുകയും അതിനോടൊപ്പം മുഴുവൻ ആളുകളും അവരുടെ ജീവിതത്തോടൊപ്പം പൊതുപ്രവർത്തനവും, അത് രാഷ്ട്രീയ പ്രവർത്തനമാണെങ്കിൽ അങ്ങനെ, സാമൂഹിക പ്രവർത്തനമാണെങ്കിൽ അങ്ങനെ, സാമുദായിക പ്രവർത്തനമാണെങ്കിൽ അങ്ങനെ, സാംസ്കാരിക പ്രവർത്തനമാണെങ്കിൽ അങ്ങനെ എന്ന് പറഞ്ഞാൽ നാളാള് കൂടുന്ന എല്ലാ മേഖലകളിലും ഈ കുടുംബത്തിലെ മുഴുവൻ ആളുകളും ഉണ്ട് എന്നുള്ളത് എടുത്തു പറയുന്നതാണ്. കരുനാഗപ്പള്ളിയുടെ സാമൂഹിക ചരിത്രം എഴുതുന്ന ഒരു ചരിത്ര വിദ്യാർത്ഥിക്ക് മുൻപത്ത് കുടുംബത്തിന്റെ പേര് മറന്നുകൊണ്ടൊരു ചരിത്രം എഴുതാൻ സാധിക്കില്ല. ഇതോടനുബന്ധിച്ച് നടത്തിയ ഇഫ്താർ സംഗമം ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA ഉദ്ഘാടനം ചെയ്തു. കുടുംബയോഗത്തിന്റെ ചികിത്സാ സഹായ നിധിയുടെ ഉദ്ഘാടനം ഷാഹുൽ ഹമീദിൽ നിന്നും ആദ്യ സംഭാവന സ്വീകരിച്ചുകൊണ്ട് ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ പടിപ്പുര ലത്തീഫ് മുഖ്യപ്രഭാഷണം നടത്തി. കുടുംബയോഗം പ്രസിഡന്റ് ഇസ്മയിൽ കുഞ്ഞ് അധ്യക്ഷത വഹിച്ചു. KC രാജൻ, സൂസൻ കോടി, അഡ്വക്കേറ്റ് KP മുഹമ്മദ്, വലിയത് ഇബ്രാഹിംകുട്ടി, KG രവി, M മൈദീൻ കുഞ്ഞ്, MS താര, M അൻസാർ, സുരേഷ് പനക്കുളങ്ങര, ഷാജഹാൻ രാജധാനി, സഫിയത്ത് ബിബി തുടങ്ങിയവർ പങ്കെടുത്തു. ഹാരിസ് മൗലവി റഷാദി റമദാൻ സന്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.